നമസ്കാരം. കേരളത്തിൽ എങ്ങനെയാണോ രാഷ്ട്രീയ ചൂട് അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ വിജയ് എന്ന വ്യക്തിയും കൂടി സിനിമാ മേഖലയിൽ നിന്ന് തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുമായിട്ട് കൂടി എത്തുന്നതോടെ സിനിമാ മേഖലയും കൂടി രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങുന്ന സാഹചര്യമാണുള്ളത്. തമിഴ്നാട്ടിൽ ആദ്യമായിട്ടല്ല താരങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. പതിവ് സാഹചര്യങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ രജനീകാന്ത് വേഴ്സസ് വിജയ് പോരാട്ടം വളരെ ശക്തമായ രീതിയിൽ നിൽക്കുകയാണ്. ആദ്യമായിട്ടല്ല രജനീകാന്ത് വിജയ്ക്കെതിരെ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനു മുമ്പും രജനി വിജയ്ക്കെതിരെ തുറന്നു പറഞ്ഞിരുന്നു. അതൊന്നും വിജയ്ക്ക് നേരെയായിരുന്നില്ല. തമിഴക വെട്രിക്കഴകത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ആദവ് അർജുനയ്ക്ക് നേരെയായിരുന്നു രജനീകാന്തിന്റെ പരോക്ഷ വിമർശനം ഉണ്ടായത്. ആദവ് അർജുന പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന് മറുപടിയായിട്ടാണ് രജനീകാന്ത് അന്ന് വിജയുടെ പാർട്ടിക്കെതിരെ സംസാരിച്ചിരുന്നത്. ആദവ് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു തീരുമാനം നടത്തിയിരുന്നു. അന്ന് DMK രജനിയെ വിരട്ടിയതിൻ്റെ പേരിലാണ് രജനി രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തത് എന്നതായിരുന്നു ആദവ് അർജുന നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിന് മറുപടിയായിട്ടാണ് രജനി രംഗത്തെത്തിയത്. തന്നെ ആരും വിരട്ടിയിട്ടില്ല എന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തത് തൻ്റെ വ്യക്തിപരമായ കാരണം കൊണ്ട് ആണെന്നും ഹെൽത്ത് കണ്ടീഷൻസ് ഉൾപ്പെടെ സൂചിപ്പിച്ചതുകൊണ്ടാണ് രജനീകാന്ത് എത്തിയത്. ഇതുപോലെ കള്ളങ്ങൾ, പച്ച നുണങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നവരെ നോക്കി വെക്കുക എന്നതും കൂടി രജനി പറയുകയും ചെയ്യുന്നുണ്ട്. അത് ആദവ് അർജുനയ്ക്ക് ആണ് മറുപടി എങ്കിൽ പോലും അത് വിജയ്ക്കുള്ള മറുപടിയും കൂടിയായിട്ട് വേണം കണക്കാക്കാൻ. കാരണം വിജയുടെ പാർട്ടി തന്നെയാണല്ലോ രജനി മറുപടി കൊടുക്കുന്നത്. ഇപ്പോഴത്തെ വിജയ്ക്കെതിരെ വീണ്ടും രജനി തുറന്നു സംസാരിക്കുകയാണ്. അതും കരൂർ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നതും കൂടി വ്യക്തമാക്കണം. കരൂർ ദുരന്തത്തിന് ശേഷം തഞ്ചാവൂരിൽ ഒരു റാലി നടത്തി. അപ്പോഴും ചില പരിക്കുകൾ ചില യുവാക്കൾക്ക് പറ്റിയിരുന്നു. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് രജനി വിജയ്ക്കെതിരെ സംസാരിക്കുന്നത്. രജനി സംസാരിക്കുന്നത് യുവാക്കളോടാണ്. യുവാക്കളുടെ ചില മനോനിലകളെക്കുറിച്ചാണ് രജനി സംസാരിക്കുന്നത്. അവിടെയാണ് വിജയ്ക്കിട്ട് കൊട്ട് രജനീകാന്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. രജനി കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: യുവാക്കൾ താരങ്ങൾക്ക് പിന്നാലെ പോയി സ്വന്തം ജീവൻ കളയരുത് എന്നതാണ്. താരാരാധനയൊക്കെ നല്ലതാണ്, പക്ഷേ താരങ്ങൾക്ക് പിന്നാലെ പോയി സ്വന്തം ജീവിതം കളഞ്ഞാൽ അവർക്ക് തന്നെയായിരിക്കും നഷ്ടം എന്നതുകൂടി എടുത്തു പറയുന്നു. കരൂർ ദുരന്തത്തിൽ 41 പേരാണ് മരിച്ചത്. തഞ്ചാവൂരിൽ നടത്തിയ സമ്മേളനത്തിൽ, TVKയുടെ സമ്മേളനത്തിൽ വിജയുടെ കാറിന് പിന്നാലെ പോയതിൻ്റെ പേരിൽ 2 പേരാണ് മരണപ്പെട്ടത്. 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. ഇതെല്ലാം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിജയ്ക്ക് മേലുണ്ടാകുന്ന ചില ചീത്തപ്പേരുകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. വിജയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ വേറെയാണ്, നമ്മൾ തൽക്കാലം അത് കൂട്ടുന്നില്ലെങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് ഇതുപോലുള്ള ചെറിയ പ്രതിസന്ധികൾ സംഭവിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് കൃത്യമായി ക്യാപിറ്റലൈസ് ചെയ്യാണ് രജനീകാന്ത്. രജനി യുവാക്കളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്ന്, കള്ള് ഇതിലൊന്നും അടിമപ്പെടാതിരിക്കുക, സ്വന്തം ജീവിതം നോക്കുക, അധ്വാനിക്കുക, സമ്പാദിക്കുക, തൊഴിൽ നേടുക, ഇതിലായിരിക്കണം യുവാക്കളുടെ ചിന്ത. അതിൻ്റെ കൂട്ടത്തിലാണ് താരാരാധനയെക്കുറിച്ച് രജനീകാന്ത് സംസാരിക്കുന്നത്. താരാരാധന വേണം, നല്ലതാണ്, പക്ഷേ താരങ്ങൾക്ക് പിന്നാലെ പോയി സ്വന്തം ജീവിതം കളയരുത്. ഈ താരങ്ങൾ ആരും കൂടെ ഉണ്ടാവില്ല, അവസാനം താൻ ഒറ്റയ്ക്കായി പോകും എന്നതുകൂടി രജനീകാന്ത് മറുപടി കൊടുക്കുകയാണ്. ഇവിടെയാണ് കൃത്യമായി വിജയെ ലക്ഷ്യം വെച്ചുകൊണ്ട് രജനി സംസാരിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു ആൾക്കൂട്ട ദുരന്തം അടുത്ത കാലത്തൊന്നും തമിഴ്നാടോ ഇന്ത്യൻ ജനതയോ കണ്ടിട്ടില്ല എന്നതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് രജനി മറുപടി പറയുമ്പോൾ വിജയ്ക്കെതിരെ കുറച്ച് നാളുകൾക്ക് മുമ്പേ സംസാരിച്ച രജനി വീണ്ടും ഇത് കൂട്ടി വായിക്കുമ്പോഴാണ് വിജയ്ക്കെതിരെ വീണ്ടും മറുപടി പറയുന്ന രീതിയിലേക്ക് രജനീകാന്തിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. താരാരാധനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രജനീകാന്തിന് മുമ്പും ഇതുപോലെ താരങ്ങൾ ഉണ്ടായിട്ടില്ലേ, അല്ലെങ്കിൽ രജനീകാന്തിന് പിന്നാലെയും ഇതുപോലെ തന്നെ ആളുകൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. രജനീകാന്ത് പാർട്ടി പ്രഖ്യാപിച്ചപ്പോഴും ഇതുപോലെ തന്നെ അണികൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇതുപോലൊരു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് വ്യക്തമാക്കുന്നു. വിജയുടെ റാലികളിൽ എന്താണ് സംഭവിച്ചത്? കൃത്യമായ സെക്യൂരിറ്റി റീസൺസ്, പ്രശ്നങ്ങൾ, കൃത്യമായ സമയത്ത് വിജയ് എത്തിയില്ല എന്നതുൾപ്പെടെ കരൂർ ദുരന്തത്തിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. അത്രയും വലിയൊരു അപകടം നടക്കുന്ന സമയത്ത് വിജയ് പെട്ടെന്ന് ചെന്നൈ എയർപോർട്ടിലേക്കാണ് കടന്നു കളഞ്ഞതെന്നുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ അപ്പോൾ വിജയ്ക്ക് നേരെ ഉണ്ടായിരുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി വായിച്ചുകൊണ്ടാണ് രജനി ഇപ്പോൾ വിജയ്ക്ക് ഈ ഒരു മറുപടി കൊടുക്കുന്നത്. വിജയ് ഇപ്പോൾ സിനിമകളിൽ നിന്നും അപ്പാടെ മാറി നിൽക്കുകയാണ്. ജനനായകൻ എന്ന സിനിമ ഏപ്രിൽ 30 റിലീസിനെത്തുമെന്നാണ് ജനനായകൻ്റെ ശ്രീലങ്കയിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന കമ്പനി പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ ഔദ്യോഗികമായി ഇത് നിർമ്മാണ കമ്പനിയായ KVN പ്രൊഡക്ഷൻസ് ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. വിജയ് ആവട്ടെ കൃത്യമായി രാഷ്ട്രീയത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ തുടരും, സിനിമയിലേക്ക് ഇനിയില്ല എന്നതാണ് വിജയ് പറയുന്നത്. തൻ്റെ ആരാധകരെ മുഴുവൻ പാർട്ടി പ്രവർത്തകരായിട്ട് പോലും കൺവേർട്ട് ചെയ്യാൻ വിജയ് ശ്രമിച്ചിരുന്നു എന്നതും കൂടി നമ്മൾ മറന്നു പോകരുത്. എന്തായാലും 23 തമിഴ്നാട് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ എന്തൊക്കെയായിരിക്കാം തമിഴക വെട്രിക്കഴകത്തിൽ സംഭവിക്കാൻ പോകുന്നത്?
എന്തൊക്കെയായിരിക്കാം, വിജയ് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട നിമിഷങ്ങൾ മാത്രമാണ്. പക്ഷേ വിജയ് സിനിമാ മേഖലയിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണെന്നും ജനനായകനാണ് ഇനി അവസാനത്തെ സിനിമ എന്നതും വിജയ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതേസമയം രജനീകാന്ത് ആവട്ടെ ജയിലർ 2 എന്ന സിനിമ റിലീസിന് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുറച്ചധികം എക്സ്റ്റെൻഡഡ് ക്യാമിയോസ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ജയിലർ ഒരു ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു. അതിൻ്റെ 2ാം ഭാഗം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അത്രയധികം പ്രതീക്ഷകൾ ആ സിനിമയ്ക്ക് മേലെയുമുണ്ട്. രജനി ഇനിയും സിനിമകൾ ചെയ്യാനിരിക്കുന്നു. അതിലൊന്ന് കമൽഹാസനൊപ്പമാണ് സിനിമ ചെയ്യുന്നത്. ഇൻബൻ ഉദയന്തിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആ നിർമ്മാണ കമ്പനിയുടെ പേര് റെഡ് ജയന്റ് സ്റ്റുഡിയോസ് എന്നാണ്. ഇൻബൻ ഉദയനിധിയുടെ പിതാവിൻ്റെ പേര് ഉദയനിധി സ്റ്റാലിൻ എന്നാണ്. ഉദയനിധി സ്റ്റാലിൻ്റേതായിരുന്നു ആദ്യം റെഡ് ജയന്റ് മൂവീസ്, പിന്നീട് അത് തൻ്റെ മകനിലേക്ക് മാറ്റുകയായിരുന്നു. ഉദയനിധി സ്റ്റാലിൻ്റെ പിതാവാണ് സ്റ്റാലിൻ, MK സ്റ്റാലിൻ. അവിടെ നിന്നുകൊണ്ടാണ് രജനി DMKയ്ക്കൊപ്പം നിൽക്കുകയാണെന്നുള്ള ചോദ്യവും കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് TVKയ്ക്കെതിരെ പ്രത്യക്ഷമായ രീതിയിൽ ഇതുപോലെ രജനീകാന്ത് തുറന്ന് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ മാറുകയുണ്ട്. തമിഴ്നാട്ടിൽ എപ്പോഴും ഓരോ 5 വർഷം കഴിയുമ്പോഴേക്കും ഇതുപോലെ രാഷ്ട്രീയ ചൂട് വരുമ്പോഴേക്കും അതിൻ്റെ ചൂട് കൂടുതലായി കനക്കുന്നത് ആ ഇലക്ഷൻ വരുന്നതിന് 2 ആഴ്ചകൾക്ക് മുമ്പ് തൊട്ടേ ചൂട് ശക്തമായി തുടങ്ങും. അത് സിനിമാ മേഖലയിലെ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും എല്ലായ്പ്പോഴും കാണാറുണ്ട്. തമിഴ്നാട്ടിൽ നടക്കുന്ന വേറൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് TN 2026 എന്ന് പറയുന്നൊരു സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ചിത്രത്തിൽ വിജയെ കളിയാക്കിക്കൊണ്ട് ആണ് ആ സിനിമ ഇറക്കുന്നത് എന്നുള്ള രീതിയിലും ചില പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. ചിത്രത്തിൻ്റെ റിലീസ് 10-ാം തീയതിയിലാണ്. അവിടെ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് ചില രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയെല്ലാം രാഷ്ട്രീയത്തിൽ വളരെയധികം ശക്തമായി തമിഴ്നാട്ടിൽ ഇപ്പോൾ വലിയ വലിയ പ്രതിസന്ധികൾ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഓരോ താരങ്ങളുടെയും സ്റ്റേറ്റ്മെൻറ്റ്സ് വെട്ടിക്കീറി എക്സ്റേ പോലും ആക്കുന്ന രീതിയിലുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് രജനീകാന്തിൻ്റെ ഈ ഒരു മറുപടി വിജയ്ക്ക് നേരെയുള്ള തുറന്ന പ്രതിഷേധവും തുറന്ന മറുപടിയുമായിട്ടുള്ള കണക്കുകൂട്ടലിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.